നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. KCVയുടെ പ്രവചനം ജനസമക്ഷം വയ്ക്കുന്നു. മാവേലിക്കരയുടെയും ആലപ്പുഴയുടെയും സ്പന്ദനം കോൺഗ്രസിന് അനുകൂലം. ആദ്യം പല സൂചനകൾ മാവേലിക്കരയിലേത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത് മാവേലിക്കരയിൽ. കാത്തിരിപ്പിന് വിരാമമാകാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം. കൊടിക്കുന്നിലോ ചെങ്ങറയോ ആരാവും മണ്ഡലത്തിലെ വിജയി? ഇളകിമറിയുന്ന ആലപ്പുഴ. അടിയൊഴുക്കിൽ പതറാതെ ആര് ഈ മണ്ണിൽ ഉറച്ചു നിൽക്കും? ആയിരങ്ങളുടെ ആർപ്പുവിളികൾക്കിടയിൽ ആവേശ തിരയിളക്കി ചമ്പക്കുളം പുത്തൻചുണ്ടൻ പമ്പയിൽ മുത്തമിട്ടു. വാർത്തകൾ വിശദമായി. വിധിയുടെ അവസാന നാഴികകൾ എത്തിക്കഴിഞ്ഞു. മണിക്കൂറുകൾക്ക് ദിവസത്തിന്റെയും ആഴ്ചകളുടെയും ദൈർഘ്യം തോന്നുന്ന നിമിഷങ്ങൾ. എന്നാൽ ഇതാ KCV പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഇവിടെ തീരുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാലും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും വിജയിക്കുമെന്ന് KCVയുടെ പ്രവചനം. തികച്ചും നിഷ്പക്ഷരായ 25 രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായങ്ങൾ, മണ്ഡലങ്ങളുടെ മുക്കിലും മൂലയിലും നടത്തിയ പൊതുജന അഭിപ്രായങ്ങൾ, സ്ഥാനാർത്ഥികളുടെ ക്യാമ്പിൽ പ്രകടമായ ആത്മവിശ്വാസം, അങ്ങനെ 8ഓളം നിർണയ സൂചികകളാണ് KCV കഴിഞ്ഞ 3 ആഴ്ചക്കാലം മണ്ഡലത്തിൽ ഉടനീളം പരീക്ഷിച്ചിരുന്നത്. അതിന്റെയൊക്കെ സൂക്ഷ്മമായ പരിശോധനയിലാണ് ആലപ്പുഴയിൽ KC വേണുഗോപാൽ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനും കൊടിക്കുന്നിൽ സുരേഷ് 25,000-നും മേൽ ഭൂരിപക്ഷത്തിനും വിജയിക്കും എന്ന നിഗമനത്തിൽ KCV ന്യൂസ് ടീം എത്തിയിരിക്കുന്നത്. നിഷ്പക്ഷരായ വലിയൊരു ശതമാനം യുവാക്കളെ സോളാർ കേസിൽ സരിതയുമായ ബന്ധത്തിന്റെ ആരോപണങ്ങൾക്കിടയിലും KCക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇത്തവണയും വിജയം കുറിക്കാൻ കാരണമായത്. പാർട്ടി പ്രവർത്തനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടെങ്കിലും പൊതുരംഗത്ത് വേണ്ടത്ര ശ്രദ്ധേയമാകാനോ ഒരു പബ്ലിക് ഫിഗർ എന്ന വിശേഷണത്തിന് കാരണമാകാനോ കഴിഞ്ഞില്ല എന്ന കുറവാണ് പൊതുവെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി CB ചന്ദ്രബാബുവിന് വിനയായത് എന്ന് സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും വളരെ ചുരുങ്ങിയ വോട്ടിന് മാത്രമേ KCക്ക് വിജയികളുടെ ലിസ്റ്റിൽ കടന്നുകൂടാൻ കഴിയൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഭൂരിപക്ഷം വോട്ടർമാരും. ഇടതുപക്ഷം ഇത്രയേറെ ഒത്തിണക്കത്തോടെ പ്രവർത്തിച്ച ചരിത്രം ആലപ്പുഴയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ആലപ്പുഴയിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി ഒരിക്കലും കഴിയില്ല എന്നുവരെയാണ് CPM ക്യാമ്പുകളിൽ ചർച്ച നടന്നിരുന്നത്. എന്നാൽ നിഷ്പക്ഷ വോട്ടുകൾ KCയുടെ വ്യക്തിപ്രഭാവത്തിൽ കൂട്ടത്തോടെ എത്തിപ്പെട്ടതാണ് വിജയം കുറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ചെങ്ങറ മാവേലിക്കര മണ്ഡലത്തിൽ നിർത്താൻ കഴിയുന്ന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. 2 വട്ടം അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ മണ്ഡലത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണ്. ഇടതുപക്ഷ പാർട്ടിയിൽ വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് കുട്ടനാട് മേഖലയിൽ കഴിഞ്ഞ 5 വർഷം നടന്നിട്ടുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം കൊടിക്കുന്നിലിനെതിരെ ശക്തമായ അടിസ്ഥാനമുള്ള ആരോപണങ്ങൾ ഉയർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുമില്ല. ശാലു മേനോന്റെ സെൻസർ ബോർഡ് അംഗം വിവാദവും കുട്ടനാട് പാക്കേജിന്റെ പരാജയവും ഒന്നും ഒരു രീതിയിലും അദ്ദേഹത്തിന് ദോഷമായി മണ്ഡലത്തിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നതാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. കൊടിക്കുന്നിലിന് 20,000 മുതൽ 50,000 വരെ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അഭിപ്രായ സർവേകളും പ്രവചനങ്ങൾക്കും എന്നും അതിൻ്റെതായ പ്രാധാന്യം മാത്രമേ ഉള്ളൂ എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. ശാസ്ത്രീയമായി തന്നെ നടപ്പാക്കിയ സർവേ ആണെങ്കിലും ഒരിക്കലും 100% വിശ്വാസയോഗ്യമാണ് എന്ന് ഞങ്ങൾ അഭിപ്രായമെടുത്തില്ല. ഇത് 2 മണ്ഡലത്തിലെയും ജനങ്ങളുടെ ആത്മാവിഷ്കാരമാണ്. ജനങ്ങളുടെ മനസ്സറിഞ്ഞ വിദഗ്ധരുടെ അഭിപ്രായമാണ്. എത്രയൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ വോട്ടിന്റെ വില ഒരു സർവേക്കും ഉണ്ടാകില്ലല്ലോ. ഈ സത്യത്തിനു മുന്നിൽ ഞങ്ങൾ ഞങ്ങളുടെ സർവേ ഫലം അറിയിക്കട്ടെ. ആദ്യം പുറത്തുവരുന്നത് മാവേലിക്കര മണ്ഡലത്തിലെ ഫലമായിരിക്കും. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയ മണ്ഡലമാണ് മാവേലിക്കര. നോട്ട ഉൾപ്പെടെ 10 പേരാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്.
വോട്ടെണ്ണൽ ആരംഭിച്ച് 10 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യ ഫലസൂചനകൾ അറിയുവാൻ സാധിക്കും. 11 മണിയോടുകൂടി ഇന്ത്യയിലെ 543 മണ്ഡലങ്ങളിലെയും ഫലം ഏകദേശം ധാരണയാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ള നിഗമനം. കേരളത്തിൽ ആകെ ഉള്ളത് 20 ലോക്സഭാ മണ്ഡലങ്ങളാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഫലമായിരിക്കും ആദ്യം അറിയുവാൻ സാധിക്കുക. 20 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ള തിരുവനന്തപുരത്തെ ഫലം വൈകുമെന്നാണ് പൊതുവെയുള്ള നിഗമനം. ന്യൂസ് ഡെസ്ക് KCV. നീണ്ട ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം പാർട്ടി ഓഫീസുകളും സ്ഥാനാർത്ഥികളും അതേപോലെ അണികളും തങ്ങളുടെ ആലസ്യം വിട്ടൊഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞു. കേവലം മണിക്കൂറുകൾക്കുള്ളിൽ ഭാരതം ആരുടെ കൈകളിലെന്ന് ലോകം അറിയുവാൻ പോകുന്നു. വോട്ടെടുപ്പിന് ശേഷമുള്ള ആലസ്യത്തിൽ നിന്ന് സ്ഥാനാർത്ഥികൾ എഴുന്നേറ്റിരിക്കുകയാണ്. പല വിധത്തിലുള്ള ചർച്ചകളും കൂട്ടലും കിഴിക്കലുമായി നേതാക്കളും അണികളും വീണ്ടും സജീവമായിരിക്കുന്നു. മാവേലിക്കരയിലെ പ്രബല 3 സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ വീണ്ടും സജീവമായി കഴിഞ്ഞു. മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന് വിജയം അനായാസമാണെന്നും ഭൂരിപക്ഷം എത്ര വർദ്ധിക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. എന്നാൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥിയായ ചെങ്ങറ സുരേന്ദ്രനും. ബൂത്ത് തലത്തിൽ നിന്നും പാർട്ടി ഘടകങ്ങൾ ശേഖരിച്ച റിപ്പോർട്ടിന്റെ പിൻബലത്തിലാണ് ചെങ്ങറ വിജയിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും അതുകൊണ്ട് മാവേലിക്കരയിലെ വിജയത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ ഒന്നുമില്ലെന്നും BJPക്ക് ഇത്തവണ വോട്ടുകൾ വർദ്ധിക്കുമെന്നുമാണ് BJPയുടെ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. സുധീറിന്റെ ഭാഷ്യം. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ പ്രബല മുന്നണികളായ UDFും LDFും പരസ്പരം വിജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായ അടിയൊഴുക്ക് ആർക്കനുകൂലമാണെന്ന് കണ്ടെത്തുവാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. എന്തായാലും തിരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ ആർക്കാണ് അനുകൂലമാകുന്നതെന്ന് അറിയുവാൻ ശേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം. ന്യൂസ് ഡെസ്ക് KCV. കിഴക്കിന്റെ വെനീസിൽ വിജയക്കൊടി പാറിക്കുവാൻ പോകുന്ന തേരാളി ആരെന്നറിയുവാൻ ആലപ്പുഴക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ ഇടിമുഴക്കത്തിന് സാക്ഷിയായ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ. KC വേണുഗോപാൽ ആലപ്പുഴയിൽ വിജയിച്ചാൽ അത് തുടർച്ചയും, CB ചന്ദ്രബാബു വിജയിച്ചാൽ അത് ചരിത്രവും, AV താമരാക്ഷൻ വിജയിച്ചാൽ അത് അട്ടിമറിയും ആവും എന്നതിൽ സംശയമില്ല. രാജാ കേശവദാസന്റെ ആലപ്പുഴ നിരപ്പായതാണ്. എന്നാൽ അതേപോലെ തന്നെയാണ് ആലപ്പുഴക്കാരുടെ മനസ്സും. ആരോടും പ്രത്യേക ചായ്വൊന്നുമില്ല. ഇത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ 15 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും. 8 തവണ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച് ഡൽഹിക്ക് വിട്ടപ്പോൾ 7 തവണ UDFനെ ഡൽഹിക്ക് അയച്ച പാരമ്പര്യമാണ് ആലപ്പുഴക്കാർക്കുള്ളത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകന് നിരീക്ഷിക്കാൻ പോയിട്ട് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ. പലതവണ തിരഞ്ഞെടുപ്പുകൾ നേരിട്ട അനുഭവ സമ്പത്തുള്ളതിനാൽ ആശങ്ക തന്റെ 7 അയലത്ത് പോലും വന്നിട്ടില്ലെന്നാണ് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ പറയുന്നത്. അതേസമയം KCയുടെ വിജയം അനായാസമായിരിക്കില്ലെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ രാഷ്ട്രീയ പാർട്ടികളുടെ അവിഭാജ്യ ഘടകമായിട്ടാണ് CPM ജില്ലാ സെക്രട്ടറിയും ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥിയുമായ CB ചന്ദ്രബാബു കാണുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആലപ്പുഴക്കാരുടെ മനസ്സ് മുഴുവൻ CB ചന്ദ്രബാബുവിനൊപ്പമായിരുന്നു എന്നാണ് CPM ക്യാമ്പ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ CPMനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നാണ് CPMക്കാർ പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയായ AV താമരാക്ഷൻ വിജയപ്രതീക്ഷ കൈവിടുന്നില്ല. 5 തവണ തന്നെ വിജയിപ്പിച്ച ആലപ്പുഴക്കാർ തന്നെ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് AV താമരാക്ഷനുള്ളത്. എന്തായാലും കേരള രാഷ്ട്രീയം ഒറ്റുനോക്കുകയാണ് ആലപ്പുഴ മണ്ഡലത്തിലെ ജനവിധിയെ. കോൺഗ്രസ് നേതാവും AICC സെക്രട്ടറിയുമായിരുന്ന ഷാനിമോൾ ഉസ്മാന്റെ കെറിവും SNDPയുടെ നിലപാടും എന്തായിരുന്നറിയുവാൻ അല്പനേരം കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് KCV. ആയിരങ്ങളിൽ ആവേശത്തിന്റെ ആർപ്പുവിളികൾ ഉയർത്തി ചമ്പക്കുളം പുത്തൻചുണ്ടൻ നീരണിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടുകൂടിയാണ് നീറ്റിലിറക്കിയത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം റിബൺ മുറിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചമ്പക്കുളം കരയിലെ 251 ഓഹരി ഉടമകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പഴയ ചമ്പക്കുളം ചുണ്ടൻ തിരുവനന്തപുരം ടെക്നോ പാർക്കിന് കൈമാറിയിരിക്കുന്നു. പുതിയ ചമ്പക്കുളം ചുണ്ടൻ നാരായണൻ ആചാര്യയുടെ മകൻ ഉമാ മഹേശ്വരൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയത്. ജേക്കബ് ജെ മാപ്പിളശ്ശേരി, ജോർജ് മാത്യു പഞ്ഞിമരം, സിബി മുണ്ടയ്ക്കൽ, PK കുറുപ്പ്, ജോളി എതിരേറ്റ്, ജോസഫ് ഇളംകുളം, K രഘു തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായിട്ടും നമ്മളെ പോലെ വള്ളംകളി
സ്നേഹമുള്ളവർക്കൊക്കെ വരുമ്പോൾ എല്ലാവർക്കും വരുമ്പോൾ വലിയൊരു ആശങ്കയുണ്ട്. അങ്ങോട്ട് നീറ്റിലിറക്കി കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ മുഴുവൻ പേരും പറഞ്ഞത് ഇത്രമാത്രം ലക്ഷണമൊത്തിട്ടുള്ള ഒരു ചുണ്ടൻ വെള്ളം അടുത്ത കാലത്തൊക്കെ നമുക്ക് നീറ്റിറക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ചമ്പക്കുളത്തെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റും. ഹിന്ദു ക്രിസ്ത്യൻ മതസഹിഷ്ണുത തകർക്കുന്ന നിലപാടാണ് ജനപ്രതിനിധികളും ഭരണകർത്താക്കളും ചമ്പക്കുളം മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു. ചരിത്ര പ്രസിദ്ധമായ മൂലം ജലോത്സവത്തിന്റെ പൈതൃകവും പാരമ്പര്യവും ഇല്ലാതാക്കി കുട്ടനാടിന്റെ ദേശീയോത്സവമായ മൂലം ജലോത്സവം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ES ബിജു. സൊസൈറ്റി കടവിൽ നിന്നും കനാൽ ജെട്ടിക്ക് സമീപത്തെ ചാലേക്കടവിലേക്ക് മാറ്റി സ്ഥിരം പവലിയൻ നിർമ്മിച്ചാൽ അത് ജലോത്സവ പ്രേമികളോടെടുക്കുന്ന അവഗണനയാകുമെന്നും ES ബിജു പറഞ്ഞു. ഒരു ചരിത്രം പറയുന്ന, ഒരു പൈതൃകം പേറുന്ന ഒരു ജലോത്സവമായി ചമ്പക്കുളം മൂലംവള്ളംകളി മാറിയിരിക്കുന്നു. നാട്ടിൽ നിരവധി വികസനങ്ങൾ വരാറുണ്ട്. നമുക്കറിയാം, ഒളുങ്ങുന്ന ട്രോഫിയുമായി ബന്ധപ്പെട്ടോ നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ടോ ഒരു പവലിയൻ വിഷയമാണ് വരുന്നത് എങ്കിൽ അതിനെ ഇത്തരത്തിലുള്ള ഒരു വികാരത്തിലല്ല ജനങ്ങൾ എടുക്കുന്നത്. പക്ഷേ 400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ദേശനാഥനായിട്ടുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹവും വഹിച്ചുകൊണ്ട് ദക്ഷിണ ഗംഗ എന്ന പുകൾപെറ്റ ഈ പമ്പയിലൂടെയാണ് ആ വിഗ്രഹം അമ്പലപ്പുഴയിൽ എത്തിച്ചത്. നിരവധി പ്രത്യേകതകളുള്ള ഒരു പുഴയാണ് പമ്പ. ഈ പമ്പയാറ്റിലൂടെ കെട്ടുവള്ളങ്ങൾ പിണച്ചുകൊണ്ട് കുറിച്ചി കരുവാങ്കുളം ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന വിഗ്രഹം മതസൗഹാർദ്ദത്തിന്റെ പേരിലാണെങ്കിൽ മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇറക്കി വെച്ചുവെന്നും മഠം ദേവീ ക്ഷേത്രത്തില് ഇറക്കി വെച്ച് പൂജിച്ചുവെന്നും ചരിത്രങ്ങൾ പലതായി പറയുന്നുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടന്ന് ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നില്ല. ചമ്പക്കുളം BSNL ജംഗ്ഷനിലാണ് മൂലം ജലോത്സവ പൈതൃക കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. പൈതൃക കർമ്മസമിതി ചെയർമാൻ VN ദിലീപ് കുമാർ അധ്യക്ഷനായി. കൺവീനർ PK ഭാർഗവൻ, D പ്രസന്നകുമാർ, സജിയൻ ചമ്പക്കുളം, V ചെല്ലപ്പൻ, ടോമി K ഗ്രീഗറി, KR പത്മരാജ്, KG സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓഫീസ് സമയത്തെ മദ്യപാനം ചോദ്യം ചെയ്ത NGO പ്രവർത്തകരെ NCC ഗേൾസിലെ ജീവനക്കാർ NCC ഓഫീസിൽ പൂട്ടിയിട്ടതായി പരാതി. NGO സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി റവന്യൂ ടവറിലെ NCC ഗേൾസ് ഓഫീസിൽ എത്തിയതായിരുന്നു NGO പ്രവർത്തകർ. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 23 മുതൽ 26 വരെ കോട്ടയത്ത് നടക്കും. ഇതിന്റെ ഭാഗമായി ഓഫീസ് ക്യാമ്പിനായി NCC ഓഫീസിൽ എത്തിയതായിരുന്നു പ്രവർത്തകർ. ചങ്ങനാശ്ശേരി റവന്യൂ ടവറിൽ 6ാം നിലയിൽ പ്രവർത്തിക്കുന്ന NCC ഗേൾസിലെ NGO പ്രവർത്തകരായ ജീവനക്കാരെ കാണാനാണ് ഏരിയ പ്രസിഡന്റ് ശ്യാംകുമാറും പൌലോസും ബിജിക്കുട്ടിയും എത്തിയത്. എന്നാൽ NCC ഓഫീസിൽ പട്ടാപ്പകൽ മദ്യപാനം നടക്കുന്നതായാണ് ഇവർ കണ്ടത്. ഇത് ചോദ്യം ചെയ്ത പ്രവർത്തകരെ NCC കമാൻഡർ സാബുവിന്റെയും UD ക്ലർക്ക് അജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം NCC ഓഫീസിലിട്ട് പൂട്ടുകയായിരുന്നു. മണിക്കൂറുകളോളം മുറിക്കുള്ളിൽ അകപ്പെട്ട പ്രവർത്തകർ ചങ്ങനാശ്ശേരി CIയെയും SIയെയും വിളിച്ചു വരുത്തി ചർച്ച നടത്തി. തുടർന്ന് കൂടുതൽ NGO പ്രവർത്തകർ എത്തിയതിനെ തുടർന്നാണ് പ്രവർത്തകരെ മോചിപ്പിക്കുവാൻ NCC ഓഫീസ് തയ്യാറായത്. NCC ഗേൾസിൽ രാപ്പകൽ ഭേദമന്യേ മദ്യപാനവും അനാശാസ്യവും നടക്കുന്നതാണെന്ന് സമീപത്തെ ഓഫീസുകളിലുള്ളവരും പൊതുജനങ്ങളും പറയുന്നു. സമ്മേളനത്തെ സംബന്ധിച്ചും കേരള NGOയുടെ മെമ്പർഷിപ്പിനെ സംബന്ധിച്ചും കേരള NGOയുടെ സർവീസ് പാസിയെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി
NCC ഓഫീസിൽ നിന്നിപ്പം സംഘടനാ പ്രവർത്തനം ഇവിടെ എത്തുകയുണ്ടായി. ആ സംഘടനാ പ്രവർത്തനം എത്തിയപ്പോൾ കേരള സർവീസ് ചേർത്തുകൊണ്ടിരുന്ന ഒരു ജീവനക്കാരന്റെ അടുത്ത് നിന്ന് അത് മറ്റൊരു ജീവനക്കാരൻ കേരള എൻജിനെ ആക്ഷേപിക്കുകയും കേരള എൻജിനെ അസഭ്യം പറയുകയും ആ ചേർക്കാൻ വന്ന ജീവനക്കാരെ കേരള എൻജിന്റെ പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ളവരെ ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു അവസരം ഇവിടെ ഉണ്ടായി. അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ സ്വീകരിച്ച നിലപാടെന്ന് പറഞ്ഞാൽ ഈ ഏറ്റുമുട്ടിയിട്ട് കേരള എൻജിയുടെ പ്രവർത്തകരെ തല്ലുന്ന ഒരു ചിത്രമാണ് ഇവിടെ ഉണ്ടായത്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദയനീയമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കേരള എൻജിഒ എന്ന് പറഞ്ഞാൽ ഈ NCCയിലെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ കമാൻഡർക്കോ ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. പക്ഷെ കേരള എൻജിഒ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കരുത്തുറ്റ പ്രസ്ഥാനമാണ്. അതിന്റെ പ്രവർത്തകരെ കൂട്ടിയിട്ട് സമാധാനം പറയാതെ ഞങ്ങൾ ഇതിന്റെ മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. മറ്റൊന്ന്, ഇവിടെ മദ്യപിക്കുന്ന ഒരു സ്വഭാവം, ഈ ഇവരോട് തട്ടിക്കയറിയ ജീവനക്കാരൻ, ഇവരെ അസഭ്യം പറഞ്ഞ ജീവനക്കാരൻ, ഇവരെ ഗേറ്റ് കൂട്ടിയിട്ട ജീവനക്കാരൻ, ഇവരെല്ലാവരും സുഖമായിട്ടുള്ള മദ്യപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. മദ്യപിച്ച് ലക്കിലിട്ടുകൊണ്ട് കേരള എൻജിഒയുടെ പ്രവർത്തകരെ തല്ലാമെന്നോ അവർ ഒതുക്കാമെന്നോ ഇവരാരെങ്കിലും കരുതി കഴിഞ്ഞാൽ ഒരു ഇഞ്ച് പോലും കേരള എൻജിഒയുടെ പുറകോട്ട് പോകില്ല. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മഴക്കാല പൂർവ്വ പ്രതിരോധ ശുചീകരണ ആലോചന യോഗം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി അധ്യക്ഷയായി. നമ്മുടെ ജില്ലയിൽ കൊണ്ടുവരാറുണ്ട്. എല്ലാവരും ആശുപത്രിയിലാണ് വീഴുന്നു കുടയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഹോമിയോ ആയുർവേദം വളരെ നന്നായി നിങ്ങൾക്ക് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ജില്ലാ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സജഷൻസ് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം. ഗ്രാമപഞ്ചായത്തുകൾ എന്തൊക്കെയാണ് നിങ്ങളുമായി ചേർത്ത് സഹകരിക്കേണ്ടത്. മുൻകാലത്ത് നമ്മുടെ എല്ലാ വീടുകളിലും പരമാവധി ഈ കൊതുക് നിവാരണത്തിന് ആവശ്യമാകുന്ന ചില മെഡിസിൻസ് ആയുർവേദത്തിൽ കൊടുക്കുമായിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഹോമിയോ പ്രിവെന്റീവ് ഉണ്ട്. ഹോമിയോ സുഖം പങ്കെടുക്കുന്നുണ്ടല്ലോ, അത് പ്രിവെന്റീവ് ഏറ്റവും കൂടുതൽ പ്രിവെന്റീവ് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും വേണമെങ്കിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നേറാനായിട്ട് കഴിയുന്നതാണ്. പക്ഷെ ഇപ്പോഴേ തുടങ്ങും. ഇപ്പൊ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ജൂൺ മാസത്തിലെ ഒരു വലിയ മോശപ്പെട്ട സിറ്റുവേഷനിൽ നമുക്ക് മാറാൻ കഴിയുള്ളൂ. DMO സഫിയ ബീവി, ഡോക്ടർ ജേക്കബ് വർഗീസ്,
തമ്പി മേട്ടുതറ, ഡോക്ടർ മീനാക്ഷി, ഡോക്ടർ മനോജ്, ഹോമിയോ ആയുർവേദ DMOമാർ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ മാവേലിക്കര നഗരസഭാ ചെയർമാൻമാരും യോഗത്തിൽ പങ്കെടുത്തു. പുറക്കാട് ആലപ്പുഴ സുനാമി പുനരധിവാസ മേഖല ഉൾപ്പെടുന്ന തീരദേശ പ്രദേശം പുലിമുട്ടോടുകൂടി മണ്ണിട്ടുയർത്തി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. തീരദേശ സംരക്ഷണ സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് അഹമ്മദ് അമ്പലപ്പുഴ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി ശ്യാം അധ്യക്ഷനായി. അജി രാഘവൻ, പീതാംബരൻ, ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ്. പത്തനംതിട്ട സ്വദേശികളായ ജാൻസി ബെന്നി ചാക്കോ എന്നിവരാണ് കോടികൾ തട്ടിച്ച് മുങ്ങിയത്. അലൻ ഇന്റർനാഷണൽ ട്രാവൽ ഏജൻസി എന്ന തട്ടിപ്പ് സ്ഥാപനത്തിൽ കൂടിയാണ് ഇവർ തൊഴിലന്വേഷകരെ വലയിൽ വീഴ്ത്തിയത്. നഴ്സിംഗ് ജോലിക്കായി സമീപിച്ചവരാണ് കൂടുതൽ പേരും. ഓരോരുത്തരിൽ നിന്നും 8 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയാണ് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ഇവർ തട്ടിയെടുത്തത്. 20ഓളം പേരാണ് ഇവർക്കെതിരെ ചങ്ങനാശ്ശേരി CA ഓഫീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അപകടം മണത്തറിഞ്ഞ ഇവർ ഓഫീസ് പൂട്ടി മുങ്ങിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി CI KK സജീവന്റെ നേതൃത്വത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസൻ ജന്മദിന സമ്മേളനം പെരുന്ന മലയാള വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8ാമത് ജന്മദിനമാണ് ഈ വെള്ളിയാഴ്ച മെയ് 16-ാം തീയതി നടക്കുന്നത്. സാറിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ എല്ലാ വർഷവും സാറിന്റെ ജന്മദിനവും ചരമദിനവും കവിയരങ്ങ്, അനുസ്മരണ സമ്മേളനം, അവാർഡ് സമ്മേളനം, പുഷ്പാർച്ചന എന്നിങ്ങനെയുള്ള ചടങ്ങുകളോടുകൂടി ആഘോഷിച്ച് പോരുകയാണ്. ജന്മദിനമാണ് അടുത്ത ദിവസം നടക്കുന്നത്. 16-ാം തീയതി ജന്മദിനമാണ്. പ്രധാനമായും പുഷ്പാർച്ചനയാണ്. 9 മണിക്കാണ് പുഷ്പാർച്ചന നടക്കുക. തുടർന്ന് ഒരു കവിയരങ്ങും അനുസ്മരണ സമ്മേളനവുമാണ് ഉള്ളത്. മലയാള കവിതയുടെ വരദാനമായ പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസന്റെ 78ാം ജന്മദിനം പെരുന്ന മലയാളി പീഠത്തിൽ സമുചിതമായി ആഘോഷിക്കും. പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ P മാധവൻപിള്ള ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കവി P രാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ കൈരളി TV മാമ്പഴം കവിതാലാപന മത്സരത്തിലെ വിജയികളുടെ കാവ്യാലാപനവും നടക്കും. ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ അധ്യക്ഷനാവും. തുടർന്ന് കവിയരങ്ങും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജെയിംസ് മണിമല, KA ലത്തീഫ്, ഡോക്ടർ പ്രതിഭ എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി പൗരാവലിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ N രാധാകൃഷ്ണന് പൗരസ്വീകരണം നൽകി. അസംഷൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം മാർ ക്രിസ്റ്റോം മാർത്തോമ, വലിയ മെത്രോപൊളിറ്റ മാർ ജോസഫ് പൗവത്തിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരുടെ കഴിവുകൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നവനാണ് വലിയ. മറ്റ് മനുഷ്യരിലുള്ള ദൈവത്തെ കാണുമ്പോൾ നമ്മൾ വലിയ. ദൈവമില്ലാത്തതായ ആരെങ്കിലും എന്റെ ഒരു സ്നേഹിതനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ കോടതിയിൽ വിസ്തരിക്കപ്പെട്ടു. അപ്പോൾ വക്കീൽ ചോദിച്ചു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? അവൻ പറഞ്ഞില്ല. കോടതിയിൽ നിറങ്ങി അമ്മാച്ചൻ ചോദിച്ചു, നീ എന്തിനാണ് ഈ കോട്ടത്തിലും പറഞ്ഞു? ഞാൻ പറഞ്ഞാൽ പോലെ ഞാൻ ഉത്തരം പറയുന്നത് അതെന്റെ ഇഷ്ടമാണ്. ഇവിടെ എന്റെ കേസുമായിട്ട് എന്തുണ്ട് ആ നീക്കുന്ന മഠത്തിലും പറഞ്ഞു. ഉടനെ അവൻ അമ്മാച്ചനോട് പറഞ്ഞു, അച്ചായ
ഞാൻ ദൈവമില്ലെന്ന് പറഞ്ഞാൽ ദൈവമില്ലാതാകും. അച്ചായൻ 10 പേരുടെ മറക്കില്ല. അച്ചായന്റെ ഉന്നൂസിന്റെ ഇതാണ് ദൈവം. ദൈവത്തിൽ ഉന്നൂസിരിക്കുകയാണോ അതോ ഉന്നതത്തിൽ ദൈവം? ഈ അന്യായം സമൂഹത്തിൽ അംഗീകാരമില്ലാത്തത് അവരാണ് വലിയ ആളുകൾ സമൂഹത്തെ ബഹുമാനിക്കുന്നത്. സമൂഹത്തിനാണ് മനുഷ്യൻ, അവൻ സമൂഹത്തെ ചങ്ങനാശ്ശേരി പഴയപള്ളി ഇമാം ജനാബ് VH അലിയാർ മൗലവി അൽ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിത ജയകുമാർ അധ്യക്ഷയായി. ജസ്റ്റിസ് KT തോമസ്, KN ബാലഗോപാൽ MP, ഡോക്ടർ ജോസഫ് വട്ടക്കുളം, MH ഹനീഫ, സ്വാമി ലോകാനന്ദ് ജി മഹാരാജ് എന്നിവർ സംസാരിച്ചു. തങ്ങളുടെ നേതാവിന്റെ വിജയം ആവേശ കൊടുങ്കറ്റാക്കി മാറ്റുവാൻ കേരളത്തിലെ രാഷ്ട്രീയ മനസ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എതിരാളികൾ ശക്തരാണെന്ന ബോധം ഓരോ സ്ഥാനാർത്ഥിക്കും ഉണ്ടായ തെരഞ്ഞെടുപ്പാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏപ്രിൽ 10 മുതൽ ഓരോ ദിവസം എണ്ണിവിടുകയായിരുന്നു ഓരോ പാർട്ടികളുടെയും അണികൾ. എല്ലാവർക്കും ഒരേ ചിന്ത, ഒരേ ദിവസം, ഒരേ ആവേശം. അത് മെയ് 16 പുറത്തുവരുന്ന ജനവിധി മാത്രം. എന്തായാലും ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തുവാൻ പോകുന്ന ദിവസമാണ് 2014 മെയ് 16 എന്നത് സംശയമില്ല. വോട്ടെണ്ണലിന് ശേഷം ആര് വിജയിച്ചാലും അവരുടെ വിജയം ആഘോഷിക്കുവാൻ പടക്കോപ്പുകളും വാങ്ങി കാത്തിരിക്കുകയാണ് അണികൾ. ന്യൂസ് ഡെസ്ക് KCV. പശ്ചിമഭാഗം പാതുവാപുരം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥ തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ് കർമ്മത്തിന് ഫാദർ സ്റ്റീഫൻ പട്ടത്താനം നേതൃത്വം നൽകി. ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ തോമസ് മണ്ണുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതിലേക്ക് ഉയരുന്ന പതാകയല്ല പ്രധാനം, മറിച്ച് ആ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ ആ അടയാളമായ വിശുദ്ധ സ്ലീവ. ശനിയാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ വർഗീസ് പുത്തമ്പുരയ്ക്കൽ നേതൃത്വം വഹിക്കും. വൈശംഭാഗം ഹോളി ക്രോസ് പള്ളി വികാരി ഫാദർ പീറ്റർ മാതിരപ്പള്ളിയുടെ കാർമ്മികത്വത്തിലാണ് തിരുനാൾ പ്രദക്ഷിണം നടക്കുക. ജൂൺ 1 ഞായറാഴ്ച ഇടവക ദിനാഘോഷങ്ങളും പൊതുസമ്മേളനവും സൺഡേ സ്കൂൾ വാർഷികവും നടക്കും. ഇനി ചരമവാർത്തകൾ. കൈനഗിരി തോട്ടുവാത്തല കണിയാമ്പറമ്പിൽ ചെല്ലപ്പൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചങ്ങനാശ്ശേരി പെരുന്ന മരങ്ങാട്ടുചിറ വാലയിൽ CM ആന്റണി നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മിത്രക്കരി ലായ്ക്കരി വേരിക്കകത്ത് മേരിക്കുട്ടി മാത്യു നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 10 മിത്രക്കരി സെന്റ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരി. മുട്ടാർ മാലിയിൽ വർഗീസ് ദേവസ്യ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10 മുട്ടാർ സെന്റ് ജോർജ് പഴയമ്പള്ളി സെമിത്തേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KCVയുടെ പ്രവചനം ജനസമക്ഷം വയ്ക്കുന്നു. മാവേലിക്കരയുടെയും ആലപ്പുഴയുടെയും സ്പന്ദനം കോൺഗ്രസിന് അനുകൂലം. ആദ്യം പല സൂചനകൾ മാവേലിക്കരയിലേത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത് മാവേലിക്കരയിൽ. കാത്തിരിപ്പിന് വിരാമമാകാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം. കൊടിക്കുന്നിലോ ചെങ്ങറയോ ആരാവും മണ്ഡലത്തിലെ വിജയി? ഇളകിമറിയുന്ന ആലപ്പുഴ. അടിയൊഴുക്കിൽ പതറാതെ ആര് ഈ മണ്ണിൽ ഉറച്ചു നിൽക്കും? ആയിരങ്ങളുടെ ആർപ്പുവിളികൾക്കിടയിൽ ആവേശ തിരയിളക്കി ചമ്പക്കുളം പുത്തൻചുണ്ടൻ പമ്പയിൽ മുത്തമിട്ടു.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.